ophthalmic preparation. അപ്പോൾ എന്താണ് ophthalmic preparation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. These are sterile products which are meant to installation into the eye in the space between eyelid and eyeball for the treatment or symptomatic relief or diagnosis or adjuvant to the surgical procedure. So this is the definition of ophthalmic preparations. കണ്ണിന്റെ ഐബോളിന്റെയും ഐലിഡിന്റെയും ഇടയിലാണ് സാധാരണഗതിയിൽ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസുകൾ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. ഈ 4 യൂസിൽ ഏതെങ്കിലും ഒന്നിനു വേണ്ടിയിട്ടായിരിക്കാം. either for treatment or symptomatic relief, diagnosis or adjuvant to surgical procedure. Now what are the different factors affecting absorption of the drug in the eye? First factor is loss of drug due to the spillage. നമ്മളെ കണ്ണിൽ എപ്പോഴും ലാക്രിമൽ സെക്രീഷൻ ഉണ്ടായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോർമൽ ആയിട്ട് നമ്മൾ നോർമൽ ബ്ലിങ്കിങ് ഇല്ലാത്ത രീതിയിൽ നമ്മളെ കണ്ണിൽ ലാക്രിമൽ സെക്രീഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഐ ഡ്രോപ്സുകളോ അല്ലെങ്കിൽ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസുകളൊക്കെ ഇൻസ്റ്റിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ 70% ഓവർഫ്ലോ ആയിട്ട് പുറത്തോട്ട് പോകാറാണ് സാധാരണ ചെയ്യാറുള്ളത്. ഐ ഡ്രോപ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രോപ്പായിട്ട് ഉറ്റിക്കുന്ന ആകെ 2 ml ആണ് നമ്മൾ ഉറ്റിക്കുന്നത്, അല്ലെങ്കിൽ 2 ഡ്രോപ്പ് ആണ് നമ്മൾ സാധാരണഗതിയിൽ അറ്റ് എ ടൈം ഒരു ഡോസിങ് ഇന്റർവെല്ലിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് 2 ഡ്രോപ്പ് ആണ്. അതിന്റെ 70% സാധാരണഗതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എക്സ്പെൽ ചെയ്ത് പോവാറുണ്ട്. ദ സ്പില്ലേജ് ഓവർഫ്ലോ ഓഫ് ലാക്രിമൽ സെക്രീഷൻ. While blinking, if you are applying the eye drops or eye preparation, 90% of the administered dose will be expelled. So that is the first factor, loss of drug due to the spillage. Now coming to second one, drainage. There are some drainage system in our eye to remove the excess of secretion, lacrimal secretion, usually through the nasolacrimal system into the gastrointestinal tract. ഈ ഒരു നാസോലാക്രിമൽ സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ഡ്രെയിനേജിലൂടെയാണ് സാധാരണഗതിയിൽ ഐയിൽ കൂടുതലായിട്ട് നമുക്ക് കണ്ണിൽ കൂടുതൽ കരയുന്ന സമയത്തൊക്കെ മൂക്കിലൂടെയും ഇതൊക്കെ ഒലിക്കുന്ന മീൻസ് ആ ഒരു എക്സസ് ആയിട്ടുള്ളതാണ്. ഈ ഡ്രെയിനേജ് സിസ്റ്റം വഴിയാണ് സാധാരണഗതിയിൽ നമുക്ക് കരയുന്ന സമയത്തൊക്കെ റെയിനി നോസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, usually a patient often sense the bitter or salty taste due to this drainage system. നമ്മൾ കണ്ണിലാണ് മരുന്ന് ഉറ്റിച്ചതെന്നുണ്ടെങ്കിലും ചില സമയത്ത് നമുക്കതിന്റെ ടേസ്റ്റ് ബിറ്റർ അല്ലെങ്കിൽ സാൾട്ടി ടേസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് ഫാക്ടർ, ഡ്രെയിനേജ് ഇൻ ദ ഐ. നൗ സൂപ്പർഫിഷ്യൽ അബ്സോർപ്ഷൻ. നമ്മൾ ഡ്രഗ് അപ്ലൈ ചെയ്യുന്നത് ഐലിഡിന്റെയും അതുപോലെ തന്നെ ഐബാളിന്റെ ഇടയിൽ അതിന്റെ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബട്ട് ദർ ആർ സം അബ്സോർപ്ഷൻ ഇൻ ടു ദ പാർപ്പിബ്രൽ ആൻഡ് ബൾബാർ conjunctiva. So many drug will be get absorbed and it will not produce its action. That is another factor, superficial absorption. Now coming to transcorneal absorption, drug will be absorbed into anterior portion of the eye. So these are the some factor which will affect the absorption of drug in the eye. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസുകളാണ് എന്ത് യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസുകൾ സെലക്ട് ചെയ്യാറുള്ളത് ഈ ഒരു ഇത് നോക്കിയിട്ടാണ്, ഈ ഇത്രയും ഫാക്ടേഴ്സുകളെല്ലാം നോക്കിയിട്ടാണ്. നൗ കമ്മിങ് ടു ഡിഫറെന്റ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഐഡിയൽ പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിന്റെ. Ophthalmic preparation should be sterile. It should be free from contaminating microorganism. So we have to keep the aseptic condition through the entire manufacturing process of ophthalmic preparation, and the product has to be sterilized during and finals after packing in the containers, and if necessary we have to use preservative. But preservative should be used only in case of multi-dose containers. സാധാരണ അധിക രീതിയിലുള്ള പ്രിപ്പറേഷൻസുകളും നമ്മൾ ഇപ്പോ ഐ സർജറിന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സർജറി ചെയ്യുന്ന സമയത്ത് മാത്രം ഐ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഐ സൊല്യൂഷൻസുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഐ ഡ്രോപ്സുകൾ ഉണ്ടാവും.
അപ്പൊ അതിലൊന്നും നമ്മൾ സാധാരണഗതിയിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാറില്ല. മൾട്ടി ഡോസ് കണ്ടെയ്നർ, അതായത് ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പല ടൈമുകളിലായിട്ടാണ് പല ഡോസുകൾ നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിൽ നമ്മൾ പ്രിസർവേറ്റീവ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട്. നൗ സെക്കൻഡ് പ്രോപ്പർട്ടീസ് ഓർ സെക്കൻഡ് റിക്വയർമെന്റ് ഈസ് ടോണിസിറ്റി. ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് വിത്ത് ലാക്രിമൽ സെക്രീഷൻ. അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇറിറ്റേഷൻസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവും. ടോണിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ലാക്രിമൽ സെക്രീഷനോടുള്ള ടോണിസിറ്റി ആണ്. ഇറ്റ് ഷുഡ് ഹാവ് ആൻ സെയിം ഓസ്മോട്ടിക് പ്രഷർ ആസ് ദാറ്റ് ഓഫ് ലാക്രിമൽ സെക്രീഷൻ. Now it should have an pH approximately neutral, because the pH of the tear or lacrimal secretion is almost 7.4. So we have to adjust the pH of the ophthalmic preparation to 7.4. Now coming to surface activity, the ophthalmic preparation should have good wetting ability to penetrate inside to the cornea for their action. Now another one requirement is clarity. It should be clear and it should be free from foreign particles, fibers, filaments, and for this purpose we have to clarify by passing through the bacterial proof filter before packing into the final container. അപ്പോൾ ക്ലാരിറ്റി വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മൾ കണ്ണിലാണ് ഇത് ഉറ്റിക്കുന്നത്. നമുക്കറിയാം കണ്ണിൽ ചെറിയൊരു പൊടി വീണ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്രത്തോളം ഇറിറ്റേഷൻസുകൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു കാരണവശാലും ഫൈബേഴ്സുകളായിട്ടുള്ള പാർട്ടിക്കിൾസുകളായിട്ടുള്ള ഫിലമെന്റ്സുകളായിട്ടുള്ള ഒരു രീതിയിലുള്ള പാർട്ടിക്കിൾസുകളും ഈ പറയുന്ന ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നൗ if necessary it should have optimum viscosity, or we have to add a thickening agent. നമ്മൾ പറഞ്ഞു ഐ ഡ്രോപ്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ഡ്രോപ്സ് നമ്മൾ ഒറ്റ ടൈം ഇൻസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ 70% തന്നെ ഓവർഫ്ലോ ആയിട്ട് അത് എക്സ്പെൽ ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ അതിന്റെ കോണ്ടാക്ട് ടൈം വളരെ കുറവാണ് ഐ ഡ്രോപ്സിന്റെ കേസിൽ. അപ്പോൾ ചില ഡ്രഗ്സുകൾ, ചില പ്രിപ്പറേഷൻസുകൾ നമുക്ക് കുറെ സമയം നമ്മളെ ബോഡിയിൽ നിർത്തേണ്ടതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും അതിന്റെ വിസ്കോസിറ്റി കൂട്ടിയിട്ട് ഓയിൽമെന്റുകളായിട്ടോ അല്ലെങ്കിൽ വിസ്കസ് ലോഷൻസുകളായിട്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ച് തിക്നെസ് കൂട്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസുകളാണ് നമ്മൾ അതിനു വേണ്ടി ഉണ്ടാക്കുക. ഓക്കെ, സോ വി ക്യാൻ യൂസ് PVA, പോളിവിനൈൽ ആൽക്കഹോൾ, polyethylene glycol, methyl cellulose or carboxymethyl cellulose can be used. And ophthalmic preparation should be stable during their storage towards their packing material, towards their excipients, and towards their pH, etc. So these are the different requirements of ophthalmic preparations. Now what are the different types of ophthalmic preparation? We can classify ophthalmic preparation: ophthalmic drops, ophthalmic ointments, ophthalmic lotions, ophthalmic suspension, which are commonly not used because in this there will be some particles which is undissolved in the solution, so it may produce irritation. So it may be used unless otherwise this formulation cannot be formulated. അതായത് ഐ ഡ്രോപ്സോ ഐ ഓയിൽമെന്റ്സുകളായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ചില സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് സസ്പെൻഷൻസുകളായിട്ട് തന്നെ ഉണ്ടാക്കേണ്ടി വരും. സോളിബിലിറ്റി ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേബിൾ അല്ലാത്തതായിരിക്കാം. അങ്ങനെയുള്ള പ്രൊഡക്ട്സുകൾ ചിലപ്പോൾ നമുക്ക് ഒഫ്താൽമിക് സസ്പെൻഷൻസുകളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഒഫ്താൽമിക് കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസ്, കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അത് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നൈറ്റ് നമ്മൾ എടുത്തു വെക്കുന്നത് ആ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസിലായിരിക്കും. നോ ഒഫ്താൽമിക് ഇൻസേർട്ട്, ഒരു കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു ഇത്ര പീരീഡ് വരെ ഡ്രഗ് റിലീസ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ കണ്ണിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഡോസേജ് ഫോം ആണ് ഒഫ്താൽമിക് ഇൻസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് വീതം 3 നേരം എന്നൊക്കെ പറയുന്ന സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒഫ്താൽമിക് ഇൻസേർട്ടുകൾ അറ്റ് എ ടൈം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കൊക്കെ അതിന്റെ എഫക്ട് കിട്ടുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസുകളാണ് ഒഫ്താൽമിക് ഇൻസേർട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഒഫ്താൽമിക് ഡ്രോപ്സ്, ഓയിൽമെന്റ്സ് ആൻഡ് ലോഷൻസുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് ഈസ് ഐ ഡ്രോപ്സ്? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. ഐ ഡ്രോപ്സ് എന്ന് പറയുന്നത് പേര് കിട്ടുന്ന പോലെ തന്നെ ഒരു ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡ്രോപ്പ് ഇൻസ്റ്റിൽ ചെയ്യുന്നതാണ്. ഇറ്റ് മേ ബി അക്വസ് ഓർ ഓയിലി സൊല്യൂഷൻ ഓർ സസ്പെൻഷൻ. ഓക്കെ,
But eye ointments, these are semi-solid homogeneous preparation containing one or more drug which are intended to application at the conjunctival sac for long duration of action. കുറെ കോണ്ടാക്ട് ടൈം ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഐ ഓയിൽമെന്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. Now eye lotion, these are sterile aqueous solution used undiluted for washing of the eye. Now eye contact lens solutions which are used for glazing, disinfecting, wetting and soaking of contact lenses. So these are the different types of ophthalmic preparations. Now let's discuss about ophthalmic drops. എന്താണ് ophthalmic drops? എന്തൊക്കെയാണ് അതിലുള്ള ഇൻഗ്രീഡിയൻസുകൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക. So first definition of ophthalmic drops. Ophthalmic drops or eye drops are sterile aqueous or oily solutions or suspensions of the drug that are instilled into eye with a dropper. So നമ്മൾ അത് പാക്ക് ചെയ്യുന്നത് അതിന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സുകളിലാണ്. ഒരു ഡ്രോപ്പർ ഉണ്ടാവും അതിന്റെ ടിപ്പിൽ എപ്പോഴും. ഓക്കെ, അങ്ങനെയുള്ള കണ്ടെയ്നറിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഒഫ്താൽമിക് ഡ്രോപ്സുകൾ നമ്മൾ ഡിസ്പെൻസ് ചെയ്യാറുള്ളത്. ഓക്കെ, it must be protected from contamination during the use and it should be used within 2 weeks after the first opening of the container. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ഐ ഡ്രോപ്സുകളൊക്കെ നമ്മൾ കുറെ കാലം എടുത്തു വെച്ചിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അത് ശരിക്ക് പറയുന്ന സമയത്ത് അതിൽ സ്റ്റെറിലിറ്റി നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയാണ്. യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരിക്കൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 weeks അതിന്റെ ഉള്ളിൽ തന്നെ സാധാരണ ഡ്രോപ്സ് മാക്സിമം 5 to 10 ml ആണ് ഐ ഡ്രോപ്സിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അതിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്ത് തീരാറുണ്ട്. പക്ഷെ സ്റ്റോർ ചെയ്ത് വെക്കരുത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോക്കുക. Now, what are the uses of ophthalmic drops? Usually it can be used for the diagnosis as well as therapeutic purposes. Now, what are the drugs which can be administered as ophthalmic preparations or ophthalmic drops? എന്തൊക്കെ രീതിയിലുള്ള ഡ്രഗ്സുകളാണ് നമ്മൾ ഒഫ്താൽമിക് ഡ്രോപ്പുകളായിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ആന്റി ബാക്ടീരിയൽ ഏജന്റ്. സാധാരണഗതിയിൽ കണ്ണ് ഇൻഫെക്ഷൻ, കൺജക്ടിവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ജെൻഡാമൈസിൻ, സിപ്രോഫ്ലോക്സാസിൻ അല്ലെങ്കിൽ ഒഫ്ലോക്സാസിൻ. ഇതിൽ സിപ്രോഫ്ലോക്സാസിൻ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. സിപ്ലോക്സ് ഐ ഡ്രോപ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സിപ്ലോക്സ് ഡി ഐ ഡ്രോപ്സ്. ഇതാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എന്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ചെങ്കണ്ണ് പോലെയുള്ള കണ്ടീഷൻസിൽ. Now, sometimes we can use corticosteroid or anti-inflammatory drug. Corticosteroidal type anti-inflammatory drugs. കണ്ണിൽ വല്ലാണ്ട് ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രെഡ്നിസലോൺ ആൻഡ് ഡെക്സാമെത്തസോൺ. നേരത്തെ പറഞ്ഞു സിപ്രോഫ്ലോക്സാസിനും ഡെക്സാമെത്തസോണും കൂടിയുള്ള ഒരു ഐ ഡ്രോപ്പ് ആണ് സിപ്ലോക്സ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെങ്കണ്ണിന്റെ ഒക്കെ സമയത്ത് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഡെക്സാമെത്തസോൺ എന്ന് പറയുന്നത്. Now some NSAIDs can be used, diclofenac, flumiprufen and ketorolac for their analgesic action as well as anti-inflammatory action. Then local anesthetics for the minor surgery അല്ലെങ്കിൽ ഡയഗ്നോസിസിനൊക്കെ വേണ്ടിയിട്ട് ചില സമയത്ത് ടെട്രാക്കെയിൻ, കൊക്കെയിൻ ആൻഡ് പ്രൊപ്പോക്കെയിൻ എന്ന് പറയുന്ന ഡ്രഗ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡ്രഗ് ഫോർ ഗ്ലൂക്കോമ. ഗ്ലൂക്കോമ എന്ന് പറയുന്നത് ഐയിൽ ഇൻട്രാ ഒക്കുലാർ ടെൻഷൻ കൂടുന്ന ഒരു കണ്ടീഷനാണ്. അതിന്റെ ഭാഗമായിട്ട് ഒപ്റ്റിക് നെർവ് ഡാമേജുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇൻട്രാ ഒക്കുലാർ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട്, അത് ചിലപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലിയറൻസ് അല്ലെങ്കിൽ സെക്രീഷൻ കുറക്കുന്നതായിരിക്കാം. അതിൽ ലാക്രിമൽ സെക്രീഷൻ കുറച്ചിട്ട് അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ സെക്രീഷൻസുകളൊക്കെ കുറച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ സെക്രീഷൻസിന്റെ ഡ്രൈനേജ് കൂട്ടിയിട്ടായിരിക്കാം ഈ ഡ്രഗ്സുകളൊക്കെ ആക്ട് ചെയ്യുന്നത്. സോ എക്സാമ്പിൾസ് ആർ ടിമലോൺ, അപ്രോക്ലോണിഡോൺ ഹൈഡ്രോക്ലോറൈഡ്, ഡിപ്പിവെഫ്രിൻ ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ്. നൗ മയോട്ടിക്സ് എന്ന് പറയുന്നത് പ്യൂപ്പിൾ കൺസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസുകളാണ്. പൈലോകാർപ്പിൻ, എക്കോതയോഫേറ്റ് അയഡൈഡ് ആൻഡ് ഡെമോകാരിയം bromide. These are example for myotics. Now mydriatics, atropine, നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും. പ്യൂപ്പിൾ ഡയലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് മിഡ്രിയാറ്റിക്സ് എന്ന് പറയുന്നത്. അട്രോപ്പിൻ, സ്കോപ്പോളമിൻ, ഹോമട്രോപ്പിൻ, സൈക്ലോപെൻഡനോയിഡ്, ഫിനൈലെഫ്രിൻ, hydroxy amphetamine and tropicamide. Sometimes we can use the drugs for the protectant and artificial tear.
കണ്ണില് നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന സമയത്ത്, കണ്ണില് ലാക്രിമൽ സെക്രീഷൻ കുറയുന്ന സമയത്താണ് നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യുക. ആ സമയത്ത് ആർട്ടിഫിഷ്യൽ ടിയർ ആയിട്ട് ചില സമയത്ത് നമുക്ക് ഒഫ്താൽമിക് ഡ്രോപ്സുകൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇറ്റ് കണ്ടെയ്നിങ് കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് ആൻഡ് പോളിവിനൈൽ ആൽക്കഹോൾ. അങ്ങനെയുള്ള ഡ്രഗ്സിന്റെയാണ് സാധാരണഗതിയിൽ ആർട്ടിഫിഷ്യൽ ടിയറുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഫോർമുലേഷൻ ഓഫ് ഒഫ്താൽമിക് ഡ്രോപ്സ്. എന്തൊക്കെയാണ് ഫോർമുലേഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്നുള്ളത്? ദർ ഷുഡ് ബി എ വെഹിക്കിൾ, then adjuvant like preservative, tonicity builders, viscosity builders, buffers, stabilizers and chelating agents. Vehicle, usually water will be used, sometimes non-aqueous vehicle can be used. Thickening agent like methyl cellulose, carboxy methyl cellulose, polyvinyl alcohol and polyethylene glycol can be used. Now for the pH to maintain at a neutral pH, we have to use buffers like borate buffer by using boric acid and borax, phosphate buffer by using sodium acid phosphate and sodium phosphate, and citrate buffer using citric acid and sodium citrate. Now to adjust or to adjust the tonicity to make isotonic with the lacrimal secretion, we can use sodium chloride or boric acid. Then sometime in order to stabilize the product, we can use antioxidant like sodium metabisulfate and sodium thiosulfate. Now for the multi-dose containers, we have to use preservative like phenyl mercuric nitrate or acetate, benzalkonium chloride, chlorhexidine acetate, chlorobutol and thiomerazole, and chelating agent disodium editate, and wetting agent like polysorbate 20 and polysorbate 80. സോ ഇതൊരു ടേബിൾ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. വെഹിക്കിൾ, യൂഷ്വലി വാട്ടർ ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വെഹിക്കിൾ സിൻസ് most of the drug are soluble in water, and while selecting the vehicle, it should be sterile as well as should be completely free from particles. And usually these vehicles are prepared as solution or suspension in aqueous vehicles. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസുകൾ പ്രിപ്പയർ അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ വെഹിക്കിൾസിലോട്ട് ബാക്കിയുള്ള അഡിറ്റീവ്സുകൾ യൂസ് ചെയ്യാറുള്ളത്. എസ്പെഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റി മൈക്രോബിയൽ ഏജൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സോളിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സോളിബിലിറ്റി കുറവുള്ള ഏജൻസുകളാണെങ്കിൽ അതിന്റെ സോളിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുക ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസുകൾ ആഡ് ചെയ്യുന്നതിന് മുന്നേ വെഹിക്കിൾസിൽ നമുക്ക് ഈ പറയുന്ന എക്സിപ്പിയൻസുകൾ ആഡ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, now sometimes we have to use some non-aqueous vehicles like oily solution like shark oil for tetracycline hydrochloride. Now sometimes we may prepare freeze dried powder which is supplied with the sterile vehicle containing viscosity builder, which is mixed with the medicament immediately before supplying to the patients. അങ്ങനെയുള്ള ഐ ഡ്രോപ്സുകളുണ്ട്. പ്രീവിയസ് ആയിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഐ ഡ്രോപ്സുകളുണ്ട്. അപ്പോഴും വെഹിക്കിൾസുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ അഡ്ജുവൻസുകൾ മിക്സ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസുകളാണ് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഡ്രൈ പൗഡറും അതിന്റെ കൂടെ വെഹിക്കിൾസ് കണ്ടെയ്നിങ് വിസ്കോസിറ്റി ബിൽഡേഴ്സ് ആയിട്ടുള്ള ഏജൻസുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസുകളാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പെൻസ് ചെയ്യാം. Now adjuvants. Usually adjuvants are added to stabilize, to maintain the sterility, to adjust the pH and to increase the viscosity as well as to adjust the tonicity of lacrimal secretion. And the ideal properties of adjuvant, it should not interact with active pharmaceutical ingredient, it should be compatible with the container during the storage, it should be stable under the sterilization, stable to light, and should maintain its effectiveness to endure the storage duration. Now coming to the preservative. Preservative മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. Preservative which are used in ophthalmic preparation. അതുകൊണ്ട് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, യൂഷ്വലി preservative are used in only the preparation which are using more than one time or the multi-dose containers. അങ്ങനെയുള്ള അതിൽ മാത്രമാണ് നമ്മൾ preservative യൂസ് ചെയ്യാറുള്ളത്. Preservative should not be used in the eye drops which are used during the surgery. Since it will enter into the anterior chamber of the eye and it will damage the endothelium. Now examples of preservative which are used in the ophthalmic drops. First one is benzalkonium chloride.
This is active against both gram-positive as well as gram-negative bacteria. This is active in alkaline pH, basic pH ലാണ് ഇതിന്റെ activity ഉണ്ടാവുള്ളൂ. And activity is reduced by hypermellose, which is an viscosity builder. ഒരു methyl cellulose derivative ആണ് hypermellose എന്ന് പറയുന്നത്. And activity is increased by EDTA and benzyl alcohol. So that is the benzalkonium chloride, first example for preservative. Now coming to second one, chlorhexyl acetate. It is used in the ratio of 0.01% weight by volume. Usually activity is increased in neutral as well as alkaline pH. Activity is reduced by organic compounds and activity is increased by EDTA and benzyl alcohol. Next one is chlorbutol or chlorobutanol. 0.05% weight by volume is used. This is a volatile preservative, and also it will diffuses through the polyethylene, which is the constituents of plastic container. അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള പ്രിസർവേറ്റീവുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. Now this is active in acidic pH and hydrolyzed in alkaline pH. So this can be only used in case of acidic pH, the eye drops which have to be maintained with the acidic pH. Now phenyl mercuric nitrate or acetate. Phenyl mercuric nitrate use ചെയ്യാം, അല്ലെങ്കിൽ phenyl mercuric acetate use ചെയ്യാം. 0.002% is used. Acetate is more soluble, so it will be used more. Phenyl mercuric acetate ആണ് more soluble ആയിട്ടുള്ള components അല്ലെങ്കിൽ preservative എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് കൂടുതൽ യൂസ് ചെയ്യുക when compared with the nitrate. And activity is increased by sodium metabisulfate, which is an antioxidant ആണ്. antioxidant ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സോഡിയം മെറ്റാബൈസൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റിന്റെ ആക്ടിവിറ്റി അതിന്റെ കൂടെ അതിന്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കും. ആൻഡ് ആക്ടിവിറ്റി ഈസ് റെഡ്യൂസ്ഡ് ബൈ EDTA, സോഡിയം തയോസൾഫേറ്റ്, ആൻഡ് ഇറ്റ് ആൾസോ അബ്സോർബ്ഡ് ബൈ ദ റബ്ബർ ക്ലോഷർ. ഇപ്പോൾ നമ്മൾ ഐ ഡ്രോപ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലുകളാണ്. കുറച്ച് മുന്നേ വരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്ലാസ് മെറ്റീരിയൽസ് വിത്ത് റബ്ബർ ക്ലോഷർ ആയിരുന്നു. റബ്ബർ അതിന്റെ മുകളിൽ ഡ്രോപ്പർ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രോപ്പറുകളൊക്കെ ഉള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉള്ള കാര്യമാണ് ഈ റബ്ബർ ക്ലോഷറിന്റെ കാര്യം. ഇപ്പൊ നമ്മൾ പാക്ക് ചെയ്യുന്നത് മാക്സിമം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാറില്ല, എങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. Now another example for preservative, thiomerazole, 0.001 to 0.5%, which is sensitive to light and absorbed by the rubber, which is incompatible with the benzalkonium chloride. Okay. Now next adjuvant is tonicity builders. Usually I can tolerate up to a range of 0.6 to 2% weight by volume of sodium chloride. So what will happen if we are using hypotonic or hypertonic solution? If we are using hypotonic solution, it may cause temporary edema of the cornea, which may result in the impaired vision. And if we are using hypertonic solution, it will produce discomfort on installation to conjunctival sac. Sometimes this hypertonicity cannot be avoided. For example, adrenal sulfacetamide. This is an eye drops which will produce stinging on installation due to its unavoidable hypertonicity. So how can we adjust the tonicity? By using sodium chloride or boric acid. These are example for tonicity builders. Now coming to viscosity builders. Usually aqueous solution will not have sufficient contact time, so it may passes through the nasolacrimal fluid system rapidly. So in order to increase the contact time, we will increase the viscosity. So this can be increased by using different polymers like methyl cellulose, hypermellose, hydroxypropyl cellulose, hydroxypropyl methyl cellulose, carboxymethyl cellulose, and polyvinyl alcohol. ഇതിനൊക്കെ ഓരോരോ പ്രോപ്പർട്ടീസുകളുണ്ട്. മീഥൈൽ സെല്ലുലോസ് വിച്ച് ആർ സ്ലോലി സോളിബിൾ ആണ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും അതിന്റെ ഫോർമുലേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത് ഓട്ടോക്ലേവ് ചെയ്യുന്ന സമയത്ത് അത് പ്രസിപ്പിറ്റേറ്റഡ് ആവാനുള്ള ചാൻസുകളുണ്ട്. ബട്ട് ഡെറിവേറ്റീവ് ഓഫ് methyl cellulose, hypermellose, is more soluble when compared with the methyl cellulose, so we will prefer hypermellose. Then hydroxypropyl methyl cellulose and hydroxypropyl cellulose and carboxymethyl cellulose and polyvinyl alcohol. This is clear and colorless and
which have a good contact time even though it have low viscosity. ഇത് ബാക്കിയുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ പോളിമറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിസ്കോസിറ്റി കുറവുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു പോളിമർ ആണ്, പക്ഷെ കൂടുതൽ കോണ്ടാക്ട് ടൈം കാണിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് പോളിവിനൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, now coming to buffering agent, usually citrate and phosphate buffer is used, and here has capacity to buffer between 3.5 to 10, and to adjust the pH, single ingredients such as sodium bicarbonate and boric acid can be used. Some examples are there. For example, chloramphenicol eye drops, we have to adjust pH to 7. Neomycin eye drops, we have to adjust pH to 6.5. And prednisolone eye drops, we have to adjust pH to 6.6. So these are some examples for buffering agents. Now coming to stabilizers, in order to stabilize the product during their storage, it may be degraded by the air which is exposed in the system or containers. So on exposure to air, it may undergo oxidation. So such drug can be dispensed by replacing the gas with inert gases like nitrogens. നൈട്രജൻ യൂസ് ചെയ്തിട്ട്, അതായത് ഓക്സിജനെ റിമൂവ് ചെയ്തിട്ട് നൈട്രജൻ ഫില്ല് ചെയ്യുക ഇങ്ങനെയുള്ളതിന്, അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് സൾഫസെറ്റമൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ അനദർ എക്സാമ്പിൾ ഫൈസോസ്റ്റിഗ്മിൻ ആൻഡ് ഫിനൈലെഫ്രിൻ. ഇങ്ങനെയുള്ള പ്രോഡക്റ്റിൽ നമുക്ക് ആന്റി ഓക്സിഡൻസുകൾ യൂസ് ചെയ്യേണ്ടി വരും. സോഡിയം മെറ്റാബൈസൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റ് യൂസ് ചെയ്യേണ്ടി വരും. This sodium metabisulfate also have an antimicrobial activity due to the presence of sulfur dioxide, and this sodium metabisulfate and sodium sulfate, these are active in sodium metabisulfate is active in acidic pH and sodium sulfate is active in alkaline pH. അപ്പോൾ അതാത് pH-ൽ അതാത് ആന്റി ഓക്സിഡൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. ആസിഡിക് pH-ലാണെങ്കിൽ സോഡിയം മെറ്റാബൈസൾഫേറ്റ് യൂസ് ചെയ്യും, ആൽക്കലൈൻ pH-ലാണെങ്കിൽ സോഡിയം സൾഫേറ്റ് യൂസ് ചെയ്യും. So that is the stabilizers. Now chelating agent to remove the heavy metals in the vehicles or in the adjuvants. Usually sodium editate is commonly used. Now disodium editate is soluble in water and which is stable to autoclave when compared with the EDTA. So that is the chelating agents. Now coming to the methods of preparation of ophthalmic drops. It involves 3 steps: preparation of solution, clarification of solution, and filling and sterilizations. First one, preparation of solution. Usually this preparation of solution is made before the addition of API. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിമൈക്രോബിയൽ ഏജൻസുകളൊക്കെ ആയിട്ടുള്ള ഫിനൈൽ മെർക്കുറി കോമ്പൗണ്ട്സുകളൊക്കെ സോളി സോളിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളാണ്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് API ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആന്റിമൈക്രോബിയൽ ഏജൻസുകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സോളിബിലിറ്റി കുറയും. അപ്പോൾ അതിന്റെ ഡിസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഫിനൈൽ മെർക്കുറി കോമ്പൗണ്ട്സുകൾ നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ API ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമതൊരു റീസണും കൂടി ഉണ്ട് ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ആന്റി ഓക്സിഡന്റ് ആഡ് ചെയ്തതിന് ശേഷമാണ് API ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ API ഓക്സിഡൈസ് ചെയ്ത് പോകാനുള്ള ചാൻസുകൾ ഉണ്ട്, അതിന്റെ സ്റ്റെബിലിറ്റി പ്രോബ്ലം ഉണ്ടാകുന്നത് കൊണ്ട്. സോ ആൾസോ ടു എൻഷുർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് API ഇൻ ദ വെഹിക്കിൾ ടു പ്രിസർവ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഡ്രഗ് ബൈ അഡീഷൻ ഓഫ് ആന്റി ഓക്സിഡന്റ് ആൻഡ് ബഫറിംഗ് ഏജൻസ്. അപ്പോൾ വെഹിക്കിൾസിലോട്ട് അഡ്ജുവൻസുകളൊക്കെ ആഡ് ചെയ്തു, പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു, അതുപോലെ ആന്റി ഓക്സിഡൻസുകൾ ആഡ് ചെയ്തു, ബഫറിംഗ് ഏജൻസുകൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസുകൾ ആഡ് ചെയ്യുക. ദെൻ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഏജൻസുകൾ ആഡ് ചെയ്ത് pH അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് pH അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ കണ്ടെയ്നേഴ്സിലോട്ട് അത് മേക്കപ്പ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് സൊല്യൂഷൻ. Now coming to the second step, clarification of solution in order to remove the all foreign particles, and it can be achieved by passing the solution through sintered glass funnel or membrane filter with pore size ranging from 0.15 to 1.2 micrometer. But in case of suspension, eye drops the vehicle used should be clarified before addition of the medicament and suspending agent. സസ്പെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായാലും അവിടെ ഇൻസോളിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസുകൾ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അത് ഇൻസോളിബിൾ ആയിട്ടുള്ള ഡ്രഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ അത് അക്വസ്
അക്വസിൽ സ്റ്റേബിൾ അല്ലാത്ത ഡ്രഗ് ആയിരിക്കാം. അങ്ങനെയുള്ള ഡ്രഗ്സുകളാണ് നമ്മൾ സസ്പെൻഷൻസുകളായിട്ട് മേക്കപ്പ് ചെയ്യാം. വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ സസ്പെൻഷൻസുകൾ ഐ ഡ്രോപ്സുകളായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഇൻ കേസ് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ വെഹിക്കിൾസ് ആദ്യം തന്നെ നമ്മൾ ഫിൽട്ടർ ചെയ്യണം. സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ വെഹിക്കിൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുക. അതായത് സസ്പെൻഷൻ മേക്ക് ചെയ്യുക എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വെഹിക്കിളുകൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക. നമ്മൾ പാരന്റൽ പ്രിപ്പറേഷൻസിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത പ്രൊഡക്റ്റുകളാണ്. ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഇൻസോളിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസുകൾ, അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസുകൾ ഫിൽട്ടർ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓരോരോ ഇൻഗ്രീഡിയൻസുകളും പ്രീവിയസ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അതിനുശേഷമാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുക, സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യുക. Now coming to next step, that is filling and sterilization. Filling and sterilization. As soon as the preparation is over, we have to perform the filling process. അപ്പോൾ ഫില്ലിംഗ് പ്രോസസ്സ് ചെയ്യുന്ന, ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫില്ലിംഗ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ സ്റ്റെറിലൈസ് ചെയ്യേണ്ടി വരും. സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് BP സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സുകളാണ് ഓട്ടോക്ലേവ്, ഹീറ്റിംഗ് ആൻഡ് ഓട്ടോക്ലേവ് വിത്ത് ബാക്ടീരിയോസൈഡ്സ് ആൻഡ് ഫിൽട്രേഷൻ. ഈ 3 മെത്തേഡ്സുകളാണ് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓട്ടോക്ലേവ് ആണ്. തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ we have to autoclave it for minimum of 15 minutes at 121 degrees Celsius. Okay. After filling to the container, കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഫൈനൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ. അത് സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ 30 minutes for 15 minutes, അല്ലെങ്കിൽ 15 minutes at 121 degree Celsiusലാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നത്. ഓക്കെ. Now second method is heating with the bactericide. Usually aqueous solutions of eye drop is mixed with any one of the 5 preservative which we had mentioned before: benzalkonium chloride, chlorhexidine acetate, phenyl mercuric acetate, phenyl mercuric nitrate or thiomerazole. ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രിസർവേറ്റീവിന്റെ കൂടെ, പ്രിസർവേറ്റീവ് നമ്മൾ അക്വ സൊല്യൂഷൻസിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ കണ്ടെയ്നേഴ്സ് വാട്ടർ ബാത്തിൽ വെക്കുക. അതിന്റെ ടെമ്പറേച്ചർ 98 to 100 degree Celsius for 30 minutes മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് വാട്ടർ ബാത്തിൽ whole content has to be heated for 30 minutes at 98 to 100 degree Celsius. So that is the second method. Now third method is filtration. Usually it is done for thermolabile aqueous solution. ഹീറ്റ് സ്റ്റേബിലിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ മെത്തേഡ് ചെയ്യാറുള്ളത്. ആൻഡ് മെംബ്രെയിൻ ഫിൽട്ടർ വിത്ത് പോർ സൈസ് ഓഫ് 0.22 micrometer is used for the filtration process, and immediately after the filtration it is aseptically transferred to the final container and closed under the laminar airflow in order to avoid the contamination. If the product is unstable in the presence of air, air should be replaced with sterile inert gases, and gas is sterilized by passing through the hydrophobic bacterial gas filter. So that is the third method, filtration method. Now some other methods are also there for the sterilization of ophthalmic drop, like dry heat sterilization and now ionization radiation. Dry heat sterilization is used if the vehicle is non-aqueous, such as liquid paraffin, and if the medicament is thermolabile and moist sensitive. നമുക്ക് ഓട്ടോക്ലേവും ചെയ്യാൻ പറ്റൂല, അത് ഹീറ്റ് ചെയ്യാനും പറ്റൂല, ഫിൽട്ടർ ചെയ്യാനും പറ്റൂല. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫൈനൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് അയോണൈസിങ് റേഡിയേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഓഫ് ഒപ്താൽമിക് ഡ്രോപ്സ്. ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ സ്റ്റെപ്പുകൾ ഇമ്പോർട്ടന്റ് ആണ്. 3 സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. Now coming to containers which are used for the ophthalmic drops. It must protect from air, moisture, light and microbes. അങ്ങനെയുള്ള ഒരു കണ്ടെയ്നറുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. It should not adversely affect the product by leaching from the container or do not absorb into the container, and it should be free from the particles. And multiple dose container made up of which can be made up of glass or plastics.
Now we can use either plastic or glass containers. Plastic container, which is the integral container with the integral drop, is used for the commercial preparation. That means അതിന്റെ കൂടെ തന്നെ ഡ്രോപ്പറുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഡ്രോപ്പർ തന്നെ അതിന്റെ കൂടെയുള്ള ഒഫ്താൽമിക് ഡ്രോപ്സുകളാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സുകളാണ് യൂസ് ചെയ്യാറുള്ളത്. യൂഷ്വലി ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിയെത്തിലിൻ ആൻഡ് പോളിപ്രോപ്പിലിൻ and which can be sterilized by ionizing radiation. Now these are some pictures of containers for ophthalmic drops. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ട്രാൻസ്പാരന്റോ അല്ലെങ്കിൽ ഒപ്പാക്കോ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആദ്യം നമ്മൾ ഗ്ലാസ് കൊണ്ടുള്ള കണ്ടെയ്നേഴ്സുകൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, and most of them with capacity. Glass container is most of them with capacity of 10 ml. Usually amber neutral അല്ലെങ്കിൽ amber soda lime glass surface coated to prevent the leaching of alkali from the surface when contact with aqueous solution is used for the ophthalmic drops. Closure should be made up with the neutral rubber which can withstand the autoclave, not dry heat sterilization, or by using synthetic or silicone rubber which can withstand autoclave and dry heat sterilization. So that is the ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ആംബർ ന്യൂട്രൽ അല്ലെങ്കിൽ ആംബർ സോഡ ലൈം ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യ സമയങ്ങളിൽ ക്ലോഷർ റബ്ബർ കൊണ്ടായിരുന്നു. അതിൽ രണ്ട് രീതിയിലുള്ള റബ്ബേഴ്സുകളുണ്ട്, ന്യൂട്രൽ റബ്ബേഴ്സുകളുണ്ട്, സിന്തറ്റിക് ഓർ സിലിക്കൺ റബ്ബേഴ്സുകളുണ്ട്. ഇതിൽ ന്യൂട്രൽ റബ്ബേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓട്ടോക്ലേവ് വിസ്റ്റാൻഡ് ചെയ്യുന്നതും ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ സ്റ്റേബിൾ അല്ലാത്തതുമായിട്ടുള്ള ഒരു റബ്ബറായിരുന്നു ന്യൂട്രൽ റബ്ബർ എന്ന് പറയുന്നത്. സിന്തറ്റിക് ഓർ സിലിക്കോൺ റബ്ബർ എന്ന് പറയുന്നത് ഓട്ടോക്ലേവും ഡ്രൈ ഹീറ്റും സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സുകളാണ് അല്ലെങ്കിൽ റബ്ബറുകളാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കണ്ടെയ്നേഴ്സ് ഓഫ് ഒഫ്താൽമിക് ഡ്രോപ്സ്. നൗ കമ്മിങ് ടു ദ ലാബലിംഗ്. അപ്പാർട്ട് ഫ്രം ദ ജനറൽ ലാബലിംഗ് റിക്വയർമെന്റ്, നമുക്ക് സാധാരണ ഉള്ള ലാബലിംഗ് റിക്വയർമെന്റ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ എക്സിപ്പിയൻസുകൾ എന്തൊക്കെയാണ്, കണ്ടെയ്നറുകൾ എന്താണ്, അതുപോലെ എക്സ്പയറി ഡേറ്റ്, ബാച്ച് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ ഇറ്റ് ഷുഡ് ബി contain labels such as not for the injection, if irritation persists, discontinue the use and the consult the physician, discard the preparation if any particles are seen, and do not touch the tip of the dropper to any surface. So these are the different labeling requirements. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാബലിൽ വേണ്ടത്. So that is all about the eye drops.